ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള കാന്തിക ലോകത്തെ അത്ഭുതം എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസും വിലയിരുത്തൽ പ്രവർത്തനവും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ പാഠമാണ് കാന്തിക ലോകത്തെ അത്ഭുതം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് പരിചിതമായ ചില വസ്തുക്കളല്ലേ ഇവ. ഏതൊക്കെയാണ് ഇവയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഇത് പെൻസിൽ ബോക്സ് ആണ് അല്ലേ. ഇത് പേഴ്സ് ആണ്. ഓക്കെ, ഇത് പേഴ്സ് ആണ്. ഇത് മൊബൈൽ ഫോണിൻ്റെ കവറാണ്. അപ്പോൾ ഈ 3 സാധനങ്ങളാണുള്ളത്. 1 പെൻസിൽ ബോക്സ്, 2 പേഴ്സ്, 3 മൊബൈൽ ഫോണിൻ്റെ കവർ. ഇത്തരം സാധനങ്ങൾ അടക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാമോ? ഒരു മുട്ടുസൂചി ഇവയുടെ അടക്കുന്ന ഭാഗത്ത് എടുത്തുകൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ഇവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതെന്ന് ഊഹിച്ചു പറയാമോ? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? പെൻസിൽ ബോക്സ്, പേഴ്സ്, മൊബൈൽ ഫോൺ കവർ മുതലായവയിൽ കാന്തങ്ങൾ പൂട്ടുകളായി ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു വശത്ത് ഒരു ചെറിയ കാന്തവും മറുവശത്ത് ഒരു ചെറിയ ഇരുമ്പ് കഷ്ണവുമാണ് ഉപയോഗിക്കുന്നത്. അത്തരം സാധനങ്ങൾ അടക്കുമ്പോൾ അവ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിലും കാന്തം ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കാന്തങ്ങളുണ്ടോ? അവ എവിടെ നിന്നെല്ലാം ശേഖരിച്ചവയാണ്? അപ്പോൾ നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കാന്തം ഉണ്ടായിരിക്കും. അത് എവിടെ നിന്നായിരിക്കും? ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കാന്തങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ ശാസ്ത്ര കിറ്റിലുള്ള ഒരു കാന്തം എടുക്കൂ. ഒരു സ്റ്റീൽ ജം ക്ലിപ്പ് അതിനോട് ചേർത്ത് വെക്കൂ. കൈവിട്ടാൽ ക്ലിപ്പ് വീഴുന്നുണ്ടോ? കൈവിട്ടാൽ ക്ലിപ്പ് വീഴുമോ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ആ ക്ലിപ്പിൽ മറ്റൊരു ക്ലിപ്പ് ചേർത്ത് വെക്കൂ. ഇങ്ങനെ എത്ര ക്ലിപ്പുകൾ തൂക്കി നിർത്താൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക. അപ്പോൾ എന്താണ്, നിങ്ങളൊരു കാന്തം എടുക്കുക. ഇതേപോലെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ക്ലിപ്പുകൾ ഇങ്ങനെ താഴെ താഴെ വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 വരെയുള്ള ക്ലിപ്പുകളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നതൊക്കെ താഴെ വീഴുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നാം. നമുക്കൊരു മത്സരമായാലോ? അതിനായി ശാസ്ത്ര കിറ്റിൽ നിന്ന് താഴെ പറയുന്ന സാമഗ്രികൾ എടുത്തു വെക്കുക. എന്തൊക്കെയാണ്? കാന്തം, ജം ക്ലിപ്പുകൾ, മുട്ടുസൂചി, ആണി. ഇതൊക്കെയാണ് നിങ്ങൾ ശാസ്ത്ര കിറ്റിൽ നിന്നും എടുക്കേണ്ടത്. ഇനി ആദ്യം ജം ക്ലിപ്പുകളും കാന്തവും എടുത്തോളൂ. പിന്നെ ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന രീതിയിൽ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിച്ചു നോക്കൂ. അങ്ങനെ മാല പോലെ ആക്കൂ. ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതാണ്? മാലയിൽ എത്ര ജം ക്ലിപ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ നിന്നും എടുക്കുക. എന്നിട്ട് കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കോ ചെയ്തു നോക്കുക. ഒരു മാലയിൽ പലതരത്തിലുള്ള മുത്തുകൾ ഉണ്ടാവില്ലേ? ഇവിടെയും ഇതുപോലെ പല നിറത്തിലുള്ള ജം ക്ലിപ്പും പിന്നെ ആണിയുമൊക്കെ ഉപയോഗിച്ചാലോ? ആരാണ് ഏറ്റവും ഭംഗിയുള്ള മാല ഉണ്ടാക്കിയതെന്ന് പരിശോധിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ക്ലാസ്സിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് പല കളറിലും പല വർണ്ണങ്ങളിലും എന്ത് കിട്ടും? ജം ക്ലിപ്പുകൾ കിട്ടും. അതുപയോഗിച്ചുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കാം. ഇനി കാന്തം കൊണ്ടൊരു മാജിക്. ക്ലാസ്സിൽ ഒരു മാജിക് അവതരിപ്പിച്ചാലോ? ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ: 1 പൂമ്പാറ്റയുടെ ചിത്രം, സേഫ്റ്റി പിന്ന്, കാന്തം, ചാർട്ട് പേപ്പർ. ഇത്രയുമാണ് ആവശ്യമുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂമ്പാറ്റയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിൻ്റെ അടിവശത്തായി ഒരു സേഫ്റ്റി പിന്ന് പുറമെ കാണത്ത വിധം കുത്തിവെക്കുക. അത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വെക്കുക. ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ കാന്തം വെച്ച് ചലിപ്പിച്ചു നോക്കൂ. കാന്തം ചലിപ്പിക്കുന്നതിനനുസരിച്ച് പൂമ്പാറ്റ ചലിക്കുന്നില്ലേ? കാന്തം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? പൂമ്പാറ്റയുടെ ചിത്രത്തിന് പകരം മറ്റെന്തൊക്കെ ചിത്രങ്ങളാകാൻ പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ഒരു ചാർട്ട് പേപ്പർ എടുത്തു കഴിഞ്ഞ് അതിനുശേഷം പൂമ്പാറ്റ വെട്ടി അതിൻ്റെ അടിവശത്തായിട്ട് ഒരു സേഫ്റ്റി പിന്ന് പുറമെ കാണത്തക്ക വിധം കുത്തിവെക്കുക. എന്നിട്ട് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? അവിടെ നമ്മൾ കാന്തം എങ്ങനെയാണോ ചലിപ്പിക്കുന്നത് അതിനനുസരിച്ച് പൂമ്പാറ്റയും ചലിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പൂമ്പാറ്റ മാറ്റി വേറെ ഏത് ചിത്രമാക്കിയാലും എന്ത് തന്നെ സംഭവിക്കും? അതുപോലെ നമ്മൾ കാന്തം ചലിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു സേഫ്റ്റി പിന്നിൽ ചലനം സംഭവിക്കുന്നതായിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ചാർട്ട് പേപ്പർ കുത്തനെ പിടിച്ച് ഈ മാജിക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആരാകാൻ വേണ്ടി പറ്റും? ഒരു മജീഷ്യനാകാൻ വേണ്ടി പറ്റും. ഇനി കാന്തം കൊണ്ടൊരു ചിത്രമാണ് ഇവിടെ. കാന്തം ഉപയോഗിച്ച് ചിത്രം വരച്ചാലോ? ഈ ചിത്രം വരക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം? എന്തൊക്കെയാണ്? ഒരു പേപ്പർ പ്ലേറ്റ്, ആക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റുകൾ അല്ലെങ്കിൽ പോസ്റ്റർ കളർ. ഓക്കെ, 2 3 നിറങ്ങളിലുള്ളത് വേണം.
ചെറിയ ലോഹ ബോളുകൾ സൈക്കിളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജെം ക്ലിപ്പുകൾ വേണം. കൂടാതെ കാന്തവും നമുക്ക് ഇതിനായിട്ട് ആവശ്യമാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? പ്ലേറ്റിൻ്റെ പല സ്ഥലങ്ങളിലായി വിവിധ നിറത്തിലുള്ള പെയിൻറ് തുള്ളികൾ ക്രമീകരിക്കുക. എന്നിട്ട് 4-5 ചെറിയ ലോഹ ബോളുകൾ പ്ലേറ്റിൽ വെച്ച ശേഷം പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ച കാന്തം ചലിപ്പിക്കുക. ഇപ്പോൾ എന്ത് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റും? പെയിൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് വരക്കാൻ, ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു പെയിൻറ് വരക്കാൻ. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതേപോലെയാവും ഏകദേശം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇതേപോലെ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ എന്തെങ്കിലും ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതും ഇതേപോലെ കാന്തം ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കതിൽ പെയിൻറ് ഫില്ല് ചെയ്യാനും സാധിക്കും. ഇനി കാന്തം ആകർഷിക്കുന്നവയും ആകർഷിക്കാത്ത സാധനങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതെല്ലാം വസ്തുക്കളെ കാന്തം ആകർഷിക്കും? ശാസ്ത്ര കിറ്റിൽ നിന്ന് ലഭ്യമായ സാധനങ്ങൾ എടുത്ത് പ്രവർത്തനം ചെയ്യും. നിങ്ങളുടെ കണ്ടെത്തൽ രേഖപ്പെടുത്തും. കാന്തം ആകർഷിക്കുന്നവ ഏതൊക്കെയാണ്? ആണി, വിജാഗിരി, സേഫ്റ്റി പിന്ന്, നാണയങ്ങൾ, ഇത്തരത്തിലുള്ള ഇരുമ്പിന്റെ അംശമുള്ളതെല്ലാം എന്ത് ചെയ്യും? കാന്തം ആകർഷിക്കും. ഇനി കാന്തം ആകർഷിക്കാത്തത് തുണി, പേപ്പർ, മരം, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്, സ്വർണം, അത്തരത്തിലുള്ളതൊന്നും നമ്മുടെ കാന്തം ആകർഷിക്കില്ല. ഇനി ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിച്ചതെന്നും ആകർഷിക്കാത്തതെന്നും നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഇവിടെ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും എന്താണെന്ന് പറയുന്നുണ്ട്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസും ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്ന്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, നിക്കൽ, കൊബാൾഡ് തുടങ്ങിയ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. കൂടുതൽ വസ്തുക്കൾ പരിശോധിച്ച് അവയെ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും വേർതിരിക്കണം. ഇവിടെ കാന്തിക വസ്തുക്കളായിട്ട് എന്തൊക്കെ എഴുതാം? ആണി, വിജാഗിരി, സേഫ്റ്റി പിന്ന്, നാണയം അല്ലെ, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നിക്കൽ, കൊബാൾഡ് ഇതൊക്കെ എഴുതാം. ഇനി അകാന്തിക വസ്തുക്കൾ തുണി, മരം, റബ്ബർ, അലുമിനിയം, വെള്ളി, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്താണ്? അകാന്തിക വസ്തുക്കളുമാണ്. ഇനി കാന്തിക ശക്തി ധ്രുവങ്ങളിൽ എങ്ങനെയൊക്കെ ആണെന്നാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് മുട്ടുസൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിന്റെ അഗ്രഭാഗം പിന്നീട് അതിന്റെ മധ്യഭാഗവും കാണിച്ചു നോക്കൂ. കാന്തത്തിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ മുട്ടുസൂചികൾ ആകർഷിക്കപ്പെടുന്നത്? ഇത് കണ്ടെത്താൻ ഒരു പ്രവർത്തനം കൂടി ചെയ്താലോ? എന്തെല്ലാം സാധനങ്ങൾ വേണം? അപ്പോൾ നമ്മൾ ഇതേപോലെ മുട്ടുസൂചി എടുത്തൊരു കാന്തം എടുക്കുകയാണെങ്കിൽ കാന്തത്തിന്റെ അഗ്രഭാഗത്തേക്കായിരിക്കും നമ്മുടെ മുട്ടുസൂചി കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ടുള്ള ആകർഷണം വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ട ഒരു പ്രവർത്തനമാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ ബാർ കാന്തം എടുക്കുക, ബാർ മാഗ്നറ്റ്, അതുപോലെ തന്നെ ഇരുമ്പ് പൊടിയും എടുക്കാം. എന്നിട്ട് ബാർ കാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബാർ കാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പ് പൊടി എളുപ്പത്തിൽ നീക്കുന്നതിനാണ് ബാർ കാന്തം പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇരുമ്പ് പൊടി നമുക്ക് പോകുന്നതായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അടുത്തൊരു ഡിസ്കഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രഭാഗങ്ങളിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത് അഥവാ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മളൊരു ബാർ കാന്തം എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡും അതിനുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും എന്ന്. ഇനി കാന്തിക ബലം പ്രയോഗിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേശപ്പുറത്ത് നമ്മളൊരു കാന്തം വെച്ചിട്ട് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ. കാന്തത്തിന് സമീപത്തെത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത്? കാന്തബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കാന്ത സമീപത്തെത്തുമ്പോൾ മുട്ടുസൂചി അതിനെ ഇങ്ങനെ ചാടി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി? മുട്ടുസൂചി എല്ലായിടത്തിരിക്കുമ്പോഴും കാന്തം അങ്ങനെ ചെയ്യില്ല. ഒരു നിശ്ചിത അളവിലെത്തിയാൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ ക്ലിപ്പ് വെച്ചപ്പോഴും ഒരു 10 എണ്ണം വെച്ച് 11ാമത്തെ വെക്കുമ്പോൾ എന്താണ്? അത് താഴെ വീഴുന്നതായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു 10 എണ്ണം അല്ലെങ്കിൽ ആ ഒരു എത്രയാണോ വെക്കാൻ വേണ്ടി പറ്റുന്നത് അതുവരെയാണ് ആ കാന്തത്തിന് ബലം ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് അദൃശ്യമാണ്, നമുക്കിത് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതെന്താണ്? അദൃശ്യമായ ഒന്നാണ്.
ഇനി കാന്തിക മണ്ഡലത്തിൽ നമുക്ക് രേഖകൾ വരക്കാൻ വേണ്ടി പഠിക്കാം. കാന്തിക മണ്ഡലം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ കാന്തിക ബലം അനുഭവപ്പെടുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തി. ഒരു പരീക്ഷണം ചെയ്യാം. എന്തൊക്കെ വേണം? ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ്, കാന്തം, ഇരുമ്പ് പൊടി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ പുസ്തകങ്ങൾക്കിടയിൽ ക്രമീകരിക്കുക. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനിടയിൽ ഒരു ബാർകാന്തം വെച്ച ശേഷം ഗ്ലാസിന് പുറത്ത് ഇരുമ്പ് പൊടി വിതറുക. ആവശ്യമെങ്കിൽ ഗ്ലാസ് ഷീറ്റിന്റെ പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ഇരുമ്പ് പൊടി ഇതേ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഇതേ രീതിയിൽ അത് ഇങ്ങനെ മാറിയിട്ട് വിതറുമ്പോൾ തന്നെ അത് ഈ ഒരു രീതിയിലായിട്ട് ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കാന്തിക മണ്ഡല രേഖയെയാണ് സൂചിപ്പിക്കുന്നത്. കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട്. ഇവ രണ്ടും അദൃശ്യമാണ്. ചിത്രം നോക്കൂ. കാന്തിക മണ്ഡല മേഖല രേഖകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സൗത്ത് ആണ്, ഇത് നോർത്ത് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇരുമ്പ് പൊടി വിതറുമ്പോൾ എന്താണ്, ഇവിടെ ഇങ്ങനെ ഇതേ രീതിയിലായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടും വികർഷിക്കുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കാന്തങ്ങളുടെ നിർമ്മാണം എങ്ങനെയാണെന്നാണ് പറയുന്നത്. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ ഒരു സങ്കരമാണ് ഈ ഒരു അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ കാന്തം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, നിയോഡീമിയം എന്നിവയുണ്ടാക്കുന്ന വിവിധതരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവ ആണ്. ഇനി മണ്ണിലെ കാന്തിക വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്കൂൾ ഗ്രൗണ്ടിലും പരിസരങ്ങളിലുമുള്ള മണ്ണിൽ കാന്തിക വസ്തുക്കൾ ഉണ്ടോ? ഇത് കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിന്റെ ലൗഡ് സ്പീക്കറിൽ നിന്നും ഒരു കാന്തം സംഘടിപ്പിക്കുക. എന്നിട്ട് പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്ന് പഴയ സ്പീക്കർ ലഭ്യമാവും. ഗ്രൂപ്പുകളായി പ്രവർത്തനം ചെയ്യുക. എന്നിട്ട് കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ച് സമയം വലിച്ചുകൊണ്ട് നടന്ന ശേഷം പരിശോധിക്കാം. കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ലൗഡ് സ്പീക്കറിൽ നിന്നോ മറ്റോ കുറച്ച് വലിയ ഒരു കാന്തം എടുക്കുക. എന്നിട്ട് മണ്ണിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ മണ്ണിലൊക്കെ ഇരുമ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്താൽ മതി? കാന്തം എടുത്ത് ഉപയോഗിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഇരുമ്പിനെ വേർതിരിക്കാൻ വേണ്ടി പറ്റും. ഇനി പലതരം കാന്തങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? നിങ്ങളുടെ ശാസ്ത്ര കിറ്റിലെയും ലാബിലെയും കാന്തങ്ങൾ പരിശോധിക്കൂ. എല്ലാം ഒരുപോലെയാണോ? അപ്പോൾ ഇവിടെ എന്താണ്? ഇത് നോക്കൂ, ഒരുപാട് വെറൈറ്റീസ് ഉള്ള കാന്തമാണ് നമുക്കുള്ളത്. ഇതെന്ന് പറയുന്നത് ലാഡ കാന്തം എന്നാണ് ഇതിന് പറയാം. ഇതാണ് നമ്മൾ നോർമലായിട്ട് കാണാറുള്ളത് ബാർ കാന്തങ്ങൾ. ഇനി ഇതിനെ പറയുന്നത് സിലിണ്ട്രിക്കൽ കാന്തം എന്നാണ്. ഇത് കാന്ത സൂചിയാണ്. ഇത് ഓവൽ കാന്തമാണ്. ഇത് യു കാന്തം, ഇത് ഡിസ്ക് കാന്തം, ഇത് റിങ് കാന്തം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഡിസ്ക് കാന്തവും റിങ് കാന്തവും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ ബാർ കാന്തവും യു കാന്തവും കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റു ചിലതൊന്നും ചിലപ്പം കാണാൻ ചാൻസ് ഇല്ല, പക്ഷെ നിങ്ങളുടെ സയൻസ് ലാബിലൊക്കെ ഉണ്ടായിരിക്കും. ആകൃതിക്കനുസരിച്ചാണോ ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണല്ലേ, ആകൃതിക്കനുസരിച്ചിട്ടാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി തെക്കും വടക്കും ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഈ ധ്രുവത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതിന് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. എന്ത് ചെയ്യണം? സ്റ്റാൻഡ്, നൂല്, ബാർ കാന്തം എന്നിവ എടുക്കാം. എന്നിട്ട് ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമായിട്ട് തൂക്കിയിടുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ അതോ തെക്ക് വടക്ക് ഭാഗത്തേക്കാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കാന്തത്തിന്റെ ദിശ മാറ്റിയിട്ടും ചെയ്തു നോക്കുക. അപ്പോഴും എന്താണ്, ഇതിന് ഒരു രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രഭാഗത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവം എന്ന് നമ്മൾ പറയും, നോർത്ത് പോൾ എന്ന് പറയും. അതുപോലെ ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ എന്നും പറയും. അപ്പോൾ അവയെ നമ്മൾ ചുരുക്കിയിട്ടാണ് ഈ NS എന്ന് 2 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ബാർ കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് നമ്മൾ കൊടുക്കാറ്. ഇനി കാന്തം പൊട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു
രണ്ട് ഭാഗവും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഒരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണമായാൽ എന്ത് സംഭവിക്കും? രണ്ട് കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിട്ട് തീരും. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഇതെന്താണ്? സൗത്തും നോർത്തും ഉള്ള ഒന്നാണ്, അത് പൊട്ടിക്കഴിയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ സൗത്തും നോർത്തും ആവും, പിന്നെ വീണ്ടും ഇവിടെ സൗത്ത് നോർത്ത്, ഇങ്ങനെയാണ് കാന്തം വീണ്ടും ദിശ മാറുന്നത്. ഇനി സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാന്തത്തിൻ്റെ ഈ പ്രത്യേകത ഉപയോഗിച്ച് ദിക്കുകൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണിത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റുക? പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അതിന് അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. അപ്പോൾ കാന്തത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാന്തം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കാന്തത്തിൻ്റെ ഏത് സ്വഭാവമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? നമ്മൾ പറഞ്ഞു, സ്വതന്ത്രമായി തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വടക്ക് നോക്കി യന്ത്രം സയൻസ് ലാബിൽ നിന്ന് സംഘടിപ്പിക്കൂ. അതുപയോഗിച്ച് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ് എന്ന് കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ ക്ലാസ് മുറിയെ അടിസ്ഥാനമാക്കി സ്കൂൾ ഗേറ്റ് ഏത് ദിക്കിലാണ്, പാചകപ്പുര എവിടെയാണ്, ഓഫീസ് മുറി എവിടെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടെത്തി നോക്കുക. അപ്പോൾ ഈ ഒരു വടക്ക് നോക്കി യന്ത്രം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്ന് പറയുന്നത് കാന്തം, സൂചി, നൂല്, കോർക്ക്, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ സൂചിയിൽ നൂല് കോർക്കുക. നൂലിൽ പിടിച്ച് സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റൊരഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസുക. സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂല് കോർക്കുന്നത്. എന്നിട്ട് ഒരു ചെറിയ കോർക്ക് എടുക്കുക. നൂല് നീക്കിയ ശേഷം ചിത്രത്തിൽ കാണുന്ന പോലെ സൂചി ക്ലോക്കിൽ തുളച്ചു വെക്കുക. എന്നിട്ട് സൂചി കോർക്കിന് പുറത്ത് ഒട്ടിച്ചു വെച്ചാലും മതി. ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കുക. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് കോർക്കിൻ്റെ ദിശ മാറ്റി നോക്കുക. അപ്പോൾ സൂചി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്നും സൂചിയുടെ ഉത്തരധ്രുവം അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് ദിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി തെക്ക് വടക്ക് ദിശയിലാണെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏത് സ്വഭാവമാണ് കാന്തത്തിൻ്റെ ഈ ഒരു ദിശാ സ്വഭാവം എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, ഒരു കാന്തം എടുത്ത് സ്വതന്ത്രമായി തൂക്കിയിടുക. എന്നിട്ട് ഈ കാന്തത്തിന് താഴെ മറ്റൊരു ബാർ കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ മാറ്റിവെക്കുക. എന്നിട്ട് തൂക്കിയിട്ട കാന്തം ഇപ്പോൾ ഏത് ദിശയിലാണെന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് തൂക്കിയിട്ട കാന്തത്തിൻ്റെ ദിശ മാറ്റി നോക്കുക. വീണ്ടും വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക. അപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് ഇത് കൂടുതലായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ പറയുന്നതിനേക്കാൾ അത് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പോൾ താഴെ വെച്ച കാന്തം മാറ്റി നോക്കുക. എന്നിട്ട് തൂക്കിയിട്ട കാന്തത്തിൻ്റെ ദിശയിൽ വരുന്ന മാറ്റം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂകാന്തം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു കാന്തമാണ്. അപ്പോൾ ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. അപ്പോൾ ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ആ ഒരു കാന്തിക ബലം കൊണ്ടാണ്. അപ്പോൾ കാന്തങ്ങൾ അടുക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു, രണ്ട് കാന്തങ്ങൾ നമ്മൾ ഇരുമ്പുമായിട്ട് കാന്തത്തെ അടുപ്പിക്കുമ്പോൾ അതെന്താണ്, ആകർഷിക്കുകയാണ് ചെയ്യല്ലേ. ഇനി രണ്ട് കാന്തം കൂടെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ധ്രുവങ്ങൾ രേഖപ്പെടുത്തിയ 2 ബാർ കാന്തങ്ങൾ എടുക്കുക. എന്നിട്ട് ഒരു കാന്തം മേശപ്പുറത്ത് വെക്കുക. മറ്റൊരു കാന്തത്തിൻ്റെ ഒരു ധ്രുവം മേശപ്പുറത്തുള്ള കാന്തത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ആകർഷിക്കുന്നത്, എവിടെയെല്ലാമാണ് വികർഷണം. വികർഷണം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീതമായിട്ട് പോവുക. അത് നടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ധ്രുവങ്ങൾ മാറ്റി നോക്കുക. ഇപ്പോൾ നമ്മൾ സൗത്താണ് വെച്ചെന്നുണ്ടെങ്കിൽ നോർത്തും വെച്ച് നോക്കുക. എന്നിട്ട് നോർത്തും വെക്കുക. അതുപോലെ തന്നെ സൗത്തും വെക്കുക. അങ്ങനെയും വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടെ ക്രമീകരണത്തിൽ സൗത്തും ഒരുമിച്ച് വന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ വികർഷിച്ചു പോവുകയാണ്. അതൊരിക്കലും യോജിക്കില്ല, വികർഷിച്ചു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി സൗത്തും നോർത്തും കൂടെ വെക്കുമ്പോഴോ അത് ആകർഷിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് നോർത്തും വെക്കുമ്പോൾ വികർഷിക്കും, നോർത്തും സൗത്തും കൂടെ വെക്കുമ്പോൾ ആകർഷിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഒരേ രണ്ട് ധ്രുവങ്ങൾ വെക്കുമ്പോൾ വികർഷിക്കുന്നതായിട്ടും എതിർ ധ്രുവങ്ങൾ വെക്കുമ്പോൾ ആകർഷിക്കുന്നതായിട്ടും
കാന്തം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ആകർഷണവും അല്ലെങ്കിൽ വികർഷണവും, അട്രാക്ഷനും അതുപോലെ തന്നെ റെവല്യൂഷനും എന്താണെന്ന് മനസ്സിലാക്കാം. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. അപ്പോൾ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരേ ധ്രുവങ്ങളാണെങ്കിൽ അവിടെ എന്താണ്, അത് സജാതീയ ധ്രുവങ്ങളാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ അത് വിജാതീയ ധ്രുവങ്ങളുമാണ്. താഴെ പറയുന്ന രീതിയിൽ കാന്തങ്ങൾ വെച്ച് നോക്കൂ. ഓരോ സന്ദർഭത്തിലും ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുമോ വികർഷിക്കുമോ എന്തായിരിക്കും കാരണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് രണ്ടും എന്ത് സംഭവിക്കും, ഇത് രണ്ടും ഒരേ ദിശയിലാണ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും, ഇത് വികർഷിക്കും. ഇതെന്താണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി. കാന്തം എന്ന് പറയുന്നത് കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നതാണെന്ന് മനസ്സിലായി. അതുപോലെ ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നെന്നും വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. ഇനി സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാന്തത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. ഇനി കാന്തത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മെഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. മാഗ്നസ് എന്നു പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. ഇത് കേട്ടറിഞ്ഞ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവനും അവിടേക്ക് ഓടിയെത്തി. എന്താണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. ഇതെന്താണ് ആട്ടിടയൻ പറയാനല്ലേ, എൻ്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി എന്നാണ് പറയുന്നത്. ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതിനെ ഒരു മാന്ത്രിക പാറ എന്ന് പറയുമെന്നാണ് ആളുകൾ വന്നപ്പോൾ പറയുന്നത്. ഇല്ല, ഇതിന് മറ്റെന്തോ കാരണമുണ്ട്, എന്തോ അദൃശ്യകരങ്ങളുടെ ശക്തിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തെ കാന്തത്തിൻ്റെ സ്വഭാവമായി വിലയിരുത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അതിന് കാന്തിക സ്വഭാവമുണ്ട് അല്ലേ. അതിൽ നമ്മൾ പറയുന്ന ആ ഒരു അയോണിക്ക ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അത് പറ്റിപ്പിടിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇത്തരം പാറകൾ ഇടയൻ്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും. ആട്ടിടയൻ്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്തരത്തിൽ കാന്തിക ശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്തമായിട്ടുള്ള കാന്തങ്ങളാണ്. ഇനി സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും എന്താണെന്ന് പറയുന്നു. ജെം ക്ലിപ്പ് ഉപയോഗിച്ച് നാം മാല ഉണ്ടാക്കിയില്ലേ, ആ പരീക്ഷണം ഒന്നും കൂടി ചെയ്തു നോക്കൂ. കാന്തത്തിൽ പറ്റിപ്പിടിച്ച ജെം ക്ലിപ്പിന്റെ അറ്റത്ത് മറ്റൊരു ജെം ക്ലിപ്പ് പറ്റിപ്പിടിക്കാൻ കാരണം എന്താണ്? അതിന് കാന്തിക സ്വഭാവം ലഭിച്ചതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ബാർ കാന്തം മാറ്റുമ്പോൾ ജെം ക്ലിപ്പിന്റെ കാന്തിക സ്വഭാവം നിലനിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? എന്നാൽ ബാർ കാന്തത്തിന്റെ കാന്തിക ശക്തി സ്ഥിരമായി നിലനിൽക്കുന്നില്ല. അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജെം ക്ലിപ്പ്, ആണി, മൊട്ടുസൂചി ഇവ താൽക്കാലിക കാന്തങ്ങളാണ്. അതുപോലെ തന്നെ പ്രകൃതിദത്തമായ കാന്തങ്ങളാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം കാലം നിലനിൽക്കുകയും ചെയ്യും. ഇനി കാന്തിക ശക്തി പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണമാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാമഗ്രികളും അതിൻ്റെ പ്രവർത്തനവും പറയുന്നുണ്ട്. അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇവിടെ എൻ്റെ ശക്തി കുറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിൻ്റെ ശക്തി കുറയുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കുറയുന്നുണ്ടാവുമോ? അപ്പോൾ നിങ്ങളുടെ ഊഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നോക്കൂ. എടുത്തെറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കാന്തത്തിൻ്റെ ശക്തി കുറയും. അതുപോലെ തന്നെ കൂട്ടിയിടിക്കുമ്പോഴും കുറയും. ചുറ്റിക കൊണ്ട് ശക്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാലും കാന്തത്തിൻ്റെ ശക്തി കുറയും. ചൂടാക്കുമ്പോഴും കുറയും. അപ്പോൾ കാന്തിക ശക്തി നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിൻ്റെ കാന്തിക ശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റും? നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇടയിൽ ഒരു അകാന്തിക ശക്തി വെച്ചാൽ മാത്രം മതി. ഇവിടെ നോക്കൂ, ഇതൊരു കാന്തമാണ് അല്ലേ. ഇതിന് ഇടയിൽ എന്ത് വെച്ചു? ഒരു അകാന്തിക വസ്തു നമ്മൾ വെച്ചു. അപ്പോൾ സ്റ്റോപ്പർ കാന്തിക വസ്തുവായിട്ട് ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാന്തത്തിൻ്റെ ശക്തി നിലനിർത്താൻ നമുക്ക് പറ്റും. ബാർകാന്തം ജോഡികളായാണ് സൂക്ഷിച്ചിട്ടുള്ളത്. വിജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്താണോ വരേണ്ടത്? 2 ബാർകാന്തങ്ങൾക്കിടയിൽ എന്താണ് വെക്കേണ്ടത്? കാന്തത്തിന്റെ അഗ്രങ്ങളിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെച്ചാൽ മതി. യുകാന്തത്തെ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മറ്റേ സയൻസ് ലാബിലൊക്കെ പോയി നോക്കുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഇനി വൈദ്യുത കാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ കഴിയുമോ? എന്തൊക്കെ സാധനങ്ങൾ വേണം? 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വേണം, കണക്ടർ വേണം, കവചിത ചെമ്പുകമ്പി വേണം, പച്ചിരുമ്പ് ആണി വേണം, മൊട്ടുസൂചി വേണം. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കവചിത ചെമ്പുകമ്പി ഒരു പച്ചിരുമ്പ് ആണിയിൽ ചുറ്റുക. കമ്പി ചുരുളിൻ്റെ എണ്ണം കൂടുതലുണ്ടായാൽ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ചെമ്പ് കമ്പിയുടെ 2 അഗ്രഭാഗത്തെയും ഇൻസുലേഷൻ കളയുക. ഈ ഭാഗങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടുസൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിരീക്ഷണ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈദ്യുത കാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? അഥവാ ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇനി കാന്തം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? ഇതോട് നോക്കൂ. ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് നമ്മൾ കാന്തം ഉപയോഗിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളാണ്. അപ്പോൾ ഓരോ ഉപകരണത്തിലും കാന്തിക ശക്തി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതേപോലെ ഒരുവിധം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ അല്ലെ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തായാലും നമ്മുടെ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് MRI ആണ്, മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് മെഷീൻ ആണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലെ മാഗ്നറ്റിക് സ്ട്രിപ്പ്, ഇതാണ് അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്ലെവ് ട്രെയിൻ, ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ നാം കാന്തശക്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്ന് മാത്രമാണ്. നമ്മൾ പലപ്പോഴും അതെന്താണ് പരീക്ഷണങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും നമ്മുടെ ജീവിതത്തിലുടനീളം ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാന്തം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വിലയിരുത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ഏതാണ്? പേപ്പർ, ഇരുമ്പാണ്, ചെമ്പുകമ്പി, തടി. ഇതിൽ ഏതാണ് കൂട്ടുകാരെ? ഇരുമ്പാണിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ശരിയായവ കണ്ടെത്തുക. ഡിസ്കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. കാന്തത്തിന്റെ സംജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടിയിൽ ആണികൾ വീണുപോയി. ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? എന്ത് ചെയ്താൽ മതി? ഒരു കാന്തം ഉപയോഗിച്ച് ആണികളെ മരപ്പൊടിയിൽ നിന്നും വേർതിരിക്കാം. കാന്തം ആണികളെ ആകർഷിക്കും. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. 4, ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല. ഇതിന്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ ഏതെല്ലാം മാർഗങ്ങൾ നിർദ്ദേശിക്കുക. എന്ത് ചെയ്താൽ മതി? ഒന്നെന്ന് പറയുന്നത് കാന്തം തെക്കു വടക്ക് ദിശയിലാണ്, അത് സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് വികർഷിക്കുന്നുണ്ടോ ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി 5ാമത്തെ ചോദ്യം, ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആകർഷണം സംഭവിക്കുന്നത്? വികർഷണം നടക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? ഇവിടെ ഏതിലൊക്കെയാണ് ആകർഷണം നടക്കുന്നത്? ഇവിടെ നോക്കൂ, സൗത്തും നോർത്തും ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ആകർഷണം നടക്കും. ഓക്കെ, ആകർഷണം. ബി നോക്കൂ, സൗത്തും ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സൗത്തും ആകുമ്പോൾ അത് വികർഷിക്കും. രണ്ടും കൂടെ വികർഷിക്കും. ഇനി സി എന്ന് പറയുന്നത് നോർത്തും സൗത്തും ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ആകർഷിക്കും. ഡി എന്ന് പറയുന്നതോ ഇതെന്താണ്? ഇത് സെൻട്രലാണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നും സംഭവിക്കില്ല, ന്യൂട്രൽ ആയിരിക്കും. ഇതും ന്യൂട്രൽ ആയിരിക്കും. ഇ എന്ന് പറയുന്നത് നോർത്തും ആണ്. നോർത്തും ആകുമ്പോൾ അവിടെ വികർഷണം സംഭവിക്കും, വികർഷിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. വണ്ടിയുടെ താക്കോൽ റോഡിന്റെ സ്ലാബിന്റെ ഇടയിൽ വീണു. സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല. സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണാം. സ്ലാബ് മാറ്റാതെ അത് എടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? എന്ത് ചെയ്യാം? ഒരു വടി എടുക്കുക. ഓക്കെ, ഒരു വടിയിൽ കാന്തം കെട്ടി സ്ലാബിന്റെ ഇടയിലൂടെ താക്കോലിൽ തൊടുക.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനിടയിലൂടെ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇനി അടുത്തതെന്ന് പറയുന്നത് തുടർ പ്രവർത്തനമാണ്. ഇത് കൂട്ടുകാർ വായിച്ചു നോക്കുക. മൂന്നാമത്തെ പാഠം നിവർന്നു നിൽക്കാം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.